Probability. Random experiment, a special type of experiments. For example, tossing a coin, throwing a die, etc. ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എന്താണ് in our day-to-day life there are so many experimental activities. The results may not be same when they are repeated under same conditions or under some conditions. Consider the following experiments: tossing a coin, throwing a die. അപ്പോൾ നമ്മൾ ഇപ്പോൾ ചില എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നു. ഇപ്പോൾ ഹൈഡ്രജനും ഓക്സിജനും കൂടെ കമ്പൈൻ ചെയ്ത് നമ്മൾ വാട്ടർ ഉണ്ടാക്കുന്നു. അത് എപ്പോൾ ഏത് സമയത്ത് ചെയ്താലും അതിൻ്റെ റിസൾട്ട് വാട്ടർ തന്നെ ആയിരിക്കും. പക്ഷേ നമ്മളൊരു കോയിൻ ടോസ് ചെയ്താൽ ഇപ്പോൾ നമുക്ക് ഹെഡ് കിട്ടിയെന്ന് വിചാരിച്ചോ. ആഫ്റ്റർ സം ടൈംസ് വെൻ വി ടോസ് എ കോയിൻ വി വിൽ നോട്ട് ഗെറ്റ് സെയിം ആൻസർ. വീണ്ടും ഹെഡിനെ കിട്ടണമെന്നില്ല. ഓക്കെ, അപ്പോൾ അതിൻ്റെ റിസൾട്ട് ചിലപ്പം ടൈലായി പോവാം. അപ്പോൾ അങ്ങനെ റിസൾട്ട് ചിലപ്പം സിറ്റുവേഷൻ അനുസരിച്ച് മാറിപ്പോവും. ഇങ്ങനത്തെ എക്സ്പെരിമെൻ്റാണ് റാൻഡം എക്സ്പെരിമെൻറ്റ്. സോ ഇറ്റ്സ് റിസൾട്ട് കനോട്ട് ബി പ്രഡിക്റ്റഡ്. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻസ്. റിസൾട്ട് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതിന് കൃത്യമായിട്ട് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഐദർ ഹെഡ് ഓർ ടെയിൽ എന്നേ പറയാൻ പറ്റുള്ളൂ. ഓക്കെ, ത്രോയിങ് എ ഡൈ മീൻസ് ഒരു ക്യൂബ് 6 സൈഡുള്ള ഒരു ഷേപ്പുള്ള സാധനം, ഒരു ക്യൂബ്. അപ്പോൾ നമ്മളൊരു ഡൈ ത്രോ ചെയ്യുകയാണെങ്കിൽ സംടൈംസ് ദ റിസൾട്ട് മേ ബി 1, otherwise 2 or 3 or 4 or 5 or 6. Okay, but in the first throw, suppose the result is 2, then the same result need not be obtained when we throw again. കിട്ടണമെന്നില്ല. It is not sure case. Okay, but other scientific experiments-ലൊക്കെ നമുക്ക് കിട്ടുന്ന ആൻസർ സെയിം ആയിരിക്കും. നേരത്തെ പറഞ്ഞ പോലെ ഹൈഡ്രജൻ ഓക്സിജനും കമ്പൈൻ ചെയ്യുമ്പോൾ വാട്ടർ കിട്ടുന്നു എന്ന് പറയുന്നത് എപ്പോൾ ചെയ്താലും സെയിം തന്നെ ആയിരിക്കും. അപ്പം അങ്ങനെ കുറച്ച് കാര്യങ്ങൾക്ക് ഇവിടെ പറയുന്നുണ്ട്. റൈറ്റ് ദ സാമ്പിൾ സ്പേസ് ഫോർ ദ ഫോളോയിങ് റാൻഡം എക്സ്പെരിമെൻറ്റ്. ടോസിങ് എ കോയിൻ. ഒരു കോയിൻ ടോസ് ചെയ്താൽ നമുക്കറിയാം ഹെഡ് ഓർ ടെയിൽ എന്ന് അത് മാത്രമേ വരുള്ളൂ. അപ്പോൾ ആ സെറ്റിനാണ് പറയുക സാമ്പിൾ സ്പേസ്. 2 കോയിൻസ് ആണെങ്കിലോ ഫസ്റ്റ് കോയിൻ്റെ ഹെഡ് സെക്കൻഡ് കോയിൻ്റെ ഹെഡ് ആവാം. ഫസ്റ്റ് കോയിൻ ഹെഡ് അത് ടെയിൽ ആവാം. ഫസ്റ്റ് കോയിൻ ടെയിൽ മറ്റേത് ഹെഡ് ആവാം. ഫസ്റ്റ് കോയിൽ ടെയിൽ മറ്റേ കോയിനും ടെയിൽ ആവാം. അപ്പോൾ ഇതിനാണ് എന്ത് പറയുക സാമ്പിൾ സ്പേസ്. സെറ്റ് ഓഫ് ഓൾ പോസിബിൾ ഈവൻറ്റ്സ് അല്ലേ, ഓർ പോസിബിൾ ഔട്ട്കംസ്. അതാണ് സാമ്പിൾ സ്പേസ്. അതിന് എസ് എന്നാണ് പറയുക. ടോസിങ് 3 കോയിൻസ്. അപ്പോൾ ഇങ്ങനെ വരും. അപ്പോൾ 1 കോയിൻ ആണെങ്കിൽ 2 ആണ് അതിലുള്ള എലമെൻറ്റ്സ്. 2 കോയിൻസ് ആകുമ്പോൾ 4 ആയി. 3 കോയിൻസ് ആകുമ്പോൾ 8 ആയി. ഇനി 4 കോയിൻസ് ആകുമ്പോൾ എത്ര വരും? അപ്പോൾ അതിനുള്ളൊരു ഫോമുലയാണ് 2 raised to n. 1 കോയിൻ ആണെങ്കിൽ 2 raised to 1, that is 2. 2 കോയിൻസ് ആകുമ്പോൾ 2 square, that is 4. 3 കോയിൻസ് ആകുമ്പോൾ 2 cube, that is 8. അപ്പോൾ n കോയിൻസ് ആകുമ്പോൾ 2 raised to n. ത്രോയിങ് എ ഡൈ. അപ്പോൾ 1 2 3 4 5 6 വരും. 2 ഡൈസ് എന്ന് പറയുമ്പോൾ 1 1 1, 1 2, 1 3, 1 4, 1 5, 1 6, 2 1 2 2, അങ്ങനെ ലാസ്റ്റ് 6 6. ദർ വിൽ ബി 36 എലമെൻറ്റ്സ് ഉണ്ടാവും. അപ്പോൾ അതിന് നേരത്തെ 2 raised to n പറഞ്ഞപ്പോൾ ഇപ്പോൾ എന്താവും? അത് 6 raised to n എന്ന് പറയാം. ഓക്കെ, if one die is thrown, then total number of elements in the sample space will be 6 raised to 1, that is 6. If 2 dice are thrown, die എന്നുള്ളത് പ്ലൂറലാണ്, dice. If 2 dice are thrown, then the result will be what? Number of elements in the sample space will be 6 square, that is 36. അപ്പോൾ ഇതിൽ 36 elements ഉണ്ടാവും. ഇങ്ങനെ പോകും. A coin is tossed. If it shows a tail, we draw a ball from a box containing 2 red and 3 black balls. If it shows head, we throw a die. അപ്പോൾ a coin is tossed. അപ്പോൾ a coin is tossed എന്ന് പറയുമ്പോൾ either head or tail വരും അല്ലേ. If it shows a tail ആണെങ്കിൽ we draw a ball from a box containing 2 red and 3 black balls. അപ്പോൾ അതിൽ 2 red 3 black balls ഉണ്ട്. അപ്പോൾ കോയിൻ ടോസ് ചെയ്തു, അത് ടെയിലാണെങ്കിൽ ഇഫ് ഇറ്റ് ഷോസ് ടെയിലാണെങ്കിൽ നമ്മളെന്ത് ചെയ്യും? ഒരു ബോക്സിൽ നിന്ന് 2 റെഡും 3 ബ്ലാക്കും ഉള്ള ബോളുള്ള ബോക്സിൽ നിന്ന് വി ഡ്രോ എ ബോൾ, അതിൽ നിന്നൊരു ബോൾ എടുക്കും. വി ഡ്രോ എ ബോൾ ഫ്രം എ ബോക്സ് കണ്ടെയ്നിങ് 2 റെഡ് ആൻഡ് 3 ബ്ലാക്ക് ബോൾസ്. അപ്പോൾ 2 റെഡ് എന്ന് പറയുമ്പോൾ ടെയിലാണെങ്കിൽ റെഡ് ബോൾ, ഫസ്റ്റ് റെഡ് സെക്കൻഡ് റെഡ്, അല്ലെങ്കിൽ ഫസ്റ്റ് ബ്ലാക്ക് സെക്കൻഡ് ബ്ലാക്ക് തേർഡ് ബ്ലാക്ക്. ഓക്കെ, ഇനി ഇവിടുന്ന് ഇഫ് ഇറ്റ് ഷോസ് ഹെഡ് ആണെങ്കിൽ H ആണെങ്കിൽ വി ത്രോ എ ഡൈ എന്ന് പറയുമ്പോൾ
H1, 2, 3, 4, 5, 6. So this is a sample space. Okay. A coin is tossed until a head comes up. അപ്പോൾ എ കോയിൻ ഈസ് ടോസ്ഡ്, ഒരു കോയിൻ ടോസ് ചെയ്യുന്നു അണ്ടിൽ എ ഹെഡ് കംസ് അപ്പ്. അപ്പോൾ ആദ്യം ഹെഡ് വന്നു അല്ലേ, അപ്പോൾ അന്ന് പ്രശ്നമില്ല. ഇനി ടൈല വന്നെങ്കിലോ വീണ്ടും ടോസ് ചെയ്യും, അപ്പോൾ ഹെഡ് വരും. ഇനി 2 പ്രാവശ്യം ടൈൽ വന്നെങ്കിലോ 3ാമത്തെ പ്രാവശ്യം ചിലപ്പോൾ ഹെഡ് വരാം. ഓക്കെ, അപ്പോൾ 3 പ്രാവശ്യം ടൈല വന്നെങ്കിലോ പിന്നെ അങ്ങനെ ഹെഡ് വരുന്നത് വരെ നമ്മൾ ടോസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ദിസ് ഈസ് ദ സാമ്പിൾ സ്പേസ്. ഓക്കെ, അപ്പോൾ സാമ്പിൾ സ്പേസിൻ്റെ സബ്സെറ്റിനാണ് നമ്മൾ ഇവൻ്റ് എന്ന് പറയാം. അപ്പോൾ ഇപ്പോൾ ഇതാണ് ഇത്. ഫോർ എക്സാമ്പിൾ ഇത് സാമ്പിൾ സ്പേസ് ആണ്. അപ്പോൾ ഇതിനകത്ത് ഞാൻ ഇത്ര മാത്രം എടുക്കുന്നു. ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് എ സാമ്പിൾ സ്പേസ് ആൻഡ് ഇറ്റ് ഈസ് കോൾഡ് ആസ് ആൻ ഇവൻറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് എ സാമ്പിൾ സ്പേസ്. അപ്പോൾ അങ്ങനെ പറയാം. എസ് ഈസ് കോൾഡ് ഷുവർ ഇവൻറ്റ് ആൻഡ് ഫൈ ഈസ് കോൾഡ് ഇമ്പോസിബിൾ ഇവൻറ്റ്. അപ്പോൾ സാമ്പിൾ സ്പേസ് എസ് ഇവൻറ്റ് എന്ന് പറയുന്നത് സബ്സെറ്റ് ഓഫ് സാമ്പിൾ സ്പേസ്. ഇത്രയും ഒരു ഇവൻ്റായി. ഇനി ഇതൊരു ഇവൻ്റാണ്. ഓക്കെ, പാർട്ടല്ലേ. ഇത് വേറൊരു ഇവൻ്റാണ്. ഓക്കെ, അപ്പോൾ സാമ്പിൾ സ്പേസിൽ നിന്ന് എടുക്കുന്ന എലമെൻസിൻ്റെ ചെറിയ സെറ്റിന് എന്താ പറയുക, ഇവൻ്റ് എന്ന് പറയും. ഇത് ഇത്രയും ഒരു ഇവൻ്റായി. ഇനി ഇത് ഫുള്ളും ഒരു ഇവൻ്റ് തന്നെയാണ്. അങ്ങനത്തെ ഇവൻ്റാണെന്ന് പറയാം ഷുവർ ഇവൻ്റ് എന്ന് പറയും. എസ് ഈസ് കോൾഡ് ഷുവർ ഇവൻ്റ് ആൻഡ് ഒന്നുമില്ലെങ്കിൽ ഫൈ ഈസ് കോൾഡ് ഇമ്പോസിബിൾ ഇവൻറ്റ്. ഫൈ മീൻസ് നൾ സെറ്റ്, എം ടി. Mutually exclusive events. If A intersection B is equal to 5, then A and B are called mutually exclusive events. അപ്പോൾ 2 സെറ്റ് ഇവൻറ്റിന് ഇൻ്റർസെക്ഷൻ കോമൺ പാർട്ടൊന്നും ഇല്ലെങ്കിൽ അതിനെന്താ പറയുക, മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻറ്റ്സ് എന്ന് പറയും. ഓക്കെ, ഇനി എക്സ്ഹോസ്റ്റീവ് ഇവൻറ്റ്സ് എന്ന് പറയുന്നത് 2 or more events are exhaustive if the union is a sample space. 2 ഇവൻറ്റ്സിൻ്റെ യൂണിയൻ സാമ്പിൾ സ്പേസിനെ കിട്ടുവാണെങ്കിൽ അതെന്തായി, എക്സ്ഹോസ്റ്റീവ് ഇവൻറ്റ്സ് ആയി. ഫോർ എക്സാമ്പിൾ സപ്പോസ് ഇത്രയും നമുക്കൊരു ഇവൻ്റ് എടുക്കാം. അതിന് നമുക്ക് എ എന്ന് പറയാം. എ ഇസ് ഈക്വൽ ടു സെറ്റ് TR1, TR2, TB1, TB2. ഓക്കെ, ദാറ്റ് ഇസ് എ. ഇനി ബി എന്ന് പറയുമ്പം ഇത്ര ഇങ്ങോട്ട് എടുക്കാം. TB3 സെറ്റ് ബി ഇസ് ഈക്വൽ ടു സെറ്റ് TB3, H1, H2, H3, H4, H5, H6. ഇത് സെക്കൻഡ് ഇവൻ്റാണ്. ഓക്കെ, ദെൻ എയും ബിയും കൂടെ കമ്പൈൻ ചെയ്താൽ നമുക്ക് എസ് കിട്ടുമല്ലോ. സോ സച്ച് ഇവൻറ്റ്സ് എ ആൻഡ് ബി ആർ കോൾഡ് ആസ് എക്സ്ഹോസ്റ്റീവ് ഇവൻറ്റ്സ്. ഓക്കെ, അപ്പോൾ ഈ എക്കും ഇപ്പുറത്തെ ബിക്കും ഇൻ്റർസെക്ഷൻ ഒന്നുമില്ല. അപ്പോൾ അതായി ഡിസ്ജോയിൻ്റ് എന്ന് പറയാം. ഓക്കെ, പേരൊന്ന് ഓർത്ത് വെച്ചാൽ മതി. പ്രോബബിലിറ്റി ഓഫ് ആൻ ഇവൻറ്റ്. പ്രോബബിലിറ്റി ഓഫ് ആൻ ഇവൻറ്റ് എ എന്ന് പറഞ്ഞാൽ എൻ ഓഫ് എ ഡിവൈഡ് ബൈ എൻ ഓഫ് എസ്. പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, ആ ഇവൻറ്റിൽ എത്ര എലമെൻ്റ് ഉണ്ട് ഡിവൈഡ് ബൈ ആ സാമ്പിൾ സ്പേസിൽ എത്ര എലമെൻ്റ് ഉണ്ട്. ഇത് മാത്രമേ ചെയ്യാനുള്ളൂ. ഇതാണ് പഠിച്ചു നോക്കട്ടെ. പ്രോബബിലിറ്റി ഓഫ് എ ഇസ് വാട്ട്? Probability of A means number of A divided by number of S. Okay. Probability of 5 എപ്പോൾ 0 ആയിരിക്കും, probability of sample space 1 ആയിരിക്കും. അത് പഠിച്ചു നോക്കണം. അപ്പോൾ probability of an element always lying between 0 and 1. അപ്പോൾ ഈ ചാപ്റ്ററിൽ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ എപ്പോഴും 0ക്കും 1നും ഇടയിലായിരിക്കണം. 0 വരാം 1 വരാം. സപ്പോസ് നിങ്ങളൊരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തിട്ട് അതിൻ്റെ ആൻസർ 1.5 എന്ന് കിട്ടിയാൽ അത് ട്രൂ അല്ല, അത് റോങ് ആണ്. ബിക്കോസ് ആൻസർ 1ൽ കൂടാൻ പാടില്ല, നെഗറ്റീവ് ഒന്നും വരാൻ പാടില്ല. 0ക്കും 1നും ഇടയിലേ ഉണ്ടാകാൻ പാടുള്ളൂ, ഇൻക്ലൂഡിങ് 0 and 1. ക്വസ്റ്റ്യൻ, എ ഡൈ ഈസ് ത്രോൺ, ഫൈൻഡ് ദ പ്രോബബിലിറ്റി ഓഫ് ദ ഫോളോയിങ് ഇവൻറ്റ്സ്. ഒരു ഡൈ ത്രോ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം സാമ്പിൾ സ്പേസ് ഇതാണ് 1, 2, 3, 4, 5, 6. അല്ല, ഗെറ്റിംഗ് ആൻ ഈവൺ നമ്പർ. ഈവൺ നമ്പർ ആരൊക്കെയാണ്? 2 ഉണ്ട്, 4 ഉണ്ട്, 6 ഉണ്ട്. ഓക്കെ, ഈവൺ നമ്പർ 2, 4, 6. എത്ര എണ്ണം ഉണ്ട്? 3 ഡിവൈഡ് ബൈ ആകെ എത്ര എണ്ണം ഉണ്ട്? 6. സോ 3/6 ഇസ് ആൻസർ. കട്ട് ചെയ്യുമ്പോൾ 1/2 തരും. ഗെറ്റിംഗ് ആൻ ഓർഡർ നമ്പർ എന്ന് പറയുമ്പോൾ ഓർഡർ നമ്പർ ആരൊക്കെയാണ്? 1, 3, 5 അല്ലേ, അതും 3 ഉണ്ട്. അപ്പോൾ 3/6 ആണ് ആൻസർ. ഗെറ്റിംഗ് എ പ്രൈം നമ്പർ. ഇതിൽ പ്രൈം നമ്പർ ആരൊക്കെയാണ്? 2 ആണ് ഫസ്റ്റ് പ്രൈം നമ്പർ. 2 1 പ്രൈം അല്ല, 2 ഉണ്ട്, 3 ഉണ്ട്, 5 ഉണ്ട്. ഓക്കെ, 2, 3, 5 പ്രൈം നമ്പർ, അതും 3 ഉണ്ട്. സോ 3/6 ഇസ് ആൻസർ. 2 dice are thrown. Find the probability of the following events. 2 dice ത്രോ ചെയ്യുമ്പോൾ നമുക്കറിയാം 1, 1, 1, 2, 1, 3, 1, 4, 1, 5 അങ്ങനെ പോയി 6 വരെ ഉണ്ടാവും. 36 ഉണ്ടാവും. ഗെറ്റിംഗ് എ സം ഓഫ് 8. അപ്പോൾ അതിൽ ആഡ് ചെയ്താൽ 8 വരണം. ഇപ്പോൾ 1, 1, 1 1 ആഡ് ചെയ്താൽ 2 ആണ് വരുമ്പോൾ 8 അല്ല, അപ്പോൾ അത് വേണ്ട. 1, 2, 1 + 2 3 ആണ്, വേണ്ട. അപ്പോൾ അതൊന്നും വേണ്ട. പിന്നെ 1, 6, 1, 6 ആഡ് ചെയ്താൽ 7 വരും, അത് വേണ്ട. പിന്നെ വരുന്നത് ഇതൊക്കെയാണ് 5, 3 ഉണ്ട്, 5 + 3 8 വരും, 3, 5. ഓക്കെ, ഇതൊക്കെ വേണം. വാട്ട് ഇസ് പ്രോബിലിറ്റി ഓഫ് എ? ഇതിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ട്? 1, 2, 3, 4, 5. 5/36. ഓക്കെ, ഗെറ്റിംഗ് എ ഡബ്ലറ്റ്. ഡബ്ലറ്റ് എന്ന് പറയുമ്പോൾ ഇതുപോലത്തെ 1, 1, 2, 2, 3, 3, 4, 4, 5, 5, 6. ഇതാണ് ഡബ്ലറ്റ്സ്. ഇത് 6 നമ്പേഴ്സ് ഉണ്ട്, 6/36.
അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദ ഡൈസ് ഷോസ് 4. അപ്പോൾ ഈ 36 അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദ ഡൈസ് ഷോസ് 4 ആണ്. ഏതെങ്കിലും ഒരു ഡൈയിലെങ്കിലും 4 ഉണ്ടാവണം. അപ്പോൾ ഏതൊക്കെയാവുമ്പോൾ 1 4 4 ഉണ്ട്, 4 1 ഉണ്ട്, 2 4 4 2 3 4 അങ്ങനെ അറ്റ്ലീസ്റ്റ് 1 4. ഇപ്പോൾ 2 4 ആയി കുഴപ്പമില്ല, അതൊക്കെ എഴുതി വെച്ചു. അപ്പോൾ എത്ര ഉണ്ട് കൗണ്ട് ചെയ്യാം. 1 2 3 4 5 6 7 8 9 10 11. 11/36 ആൻസർ. A bag contains 4 red and 5 black balls. A ball is drawn at random. Find the probability that the ball is red. അപ്പോൾ 4 റെഡും 5 ബ്ലാക്ക് ബോൾസും ഉണ്ട്. അതിനകത്ത് ഒരു ബോൾ എടുക്കുന്നത്, ആ ബോൾ റെഡ് ആവണം. അപ്പോൾ എത്ര റെഡ് ഉണ്ടാകെ? 4C1 ഡിവൈഡ് ബൈ ആകെ എത്ര ബോൾ ഉണ്ട്? 9 ബോൾസ്, 9C1. സോ ആൻസർ ഇസ് 4C1 ഇസ് 4. സയൻറ്റിഫിക് കാൽക്കുലേറ്ററിൽ നോക്കാം. അപ്പോൾ 9/4 ഇസ് ആൻസർ. ഇനി ബ്ലാക്ക് ആവണമെങ്കിലോ എത്ര ബ്ലാക്ക്? 5C1 ഡിവൈഡ് ബൈ ടോട്ടൽ 9C1. സോ 5/9. എപ്പോഴും പ്രോബിലിറ്റി എന്ന് പറയുമ്പോൾ ഇവൻ്റെ എത്രയുണ്ട്, ടോട്ടൽ എത്രയുണ്ട്. ഓക്കെ, നമ്മൾ 2 ബോൾസ് എടുക്കുകയാണെങ്കിൽ ഇവിടെ 5C2 എന്നൊക്കെ വരും. ഓക്കെ, എ ബാഗ് കണ്ടെയ്ൻസ് 4 red and 5 black balls. 2 balls are drawn at random. Find the probability that the balls are red. ഇപ്പോൾ 4 red and 5 black balls 2 balls എടുക്കുന്നത്. Find the probability that balls are red. അപ്പോൾ എത്ര റെഡ് ബോൾസ് ഉണ്ട്? 4C2 ഡിവൈഡ് ബൈ ആകെ 9C2. അപ്പോൾ ആൻസർ ഇങ്ങനെ വന്നു. 4C2 കാൽക്കുലേറ്ററിൽ കാണാം, 6 അല്ലെങ്കിൽ മാനുവലി കാണാം. 4C2 എന്ന NCRൻ്റെ ഫോർമുല n⁴ ഡിവൈഡ് ബൈ r⁴ ഇൻറ്റു n - r⁴. അപ്പോൾ അങ്ങനെ ചെയ്യാം. ദ ബോൾസ് ആർ ബ്ലാക്ക്. എത്ര ബ്ലാക്ക് ഉണ്ട്? 5C2 ഡിവൈഡ് ബൈ 9C2. അപ്പോൾ അതുപോലെ ചെയ്യാൻ പറ്റും. ദ ബോൾസ് ആർ ഓഫ് ഡിഫറെൻറ്റ് കളേഴ്സ്. ഡിഫറെൻറ്റ് കളേഴ്സ് എന്ന് പറയുമ്പം എന്താ നോക്കാം? ദ ബോൾസ് ആർ ഓഫ് ഡിഫറെൻറ്റ് കളേഴ്സ്. 2 ബോൾ നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഒന്ന് റെഡ് ആവണം, മറ്റേത് ബ്ലാക്ക് ആവണം. അപ്പോൾ ഹൗ മെനി റെഡ് ബോൾസ്? 4C1. മറ്റേത് ബ്ലാക്ക് ആവണം, 5C1. ടോട്ടൽ 2 ബോൾസിൽ ഒന്ന് റെഡ് ആവണം, മറ്റേത് ബ്ലാക്ക് ആവണം. അപ്പോൾ ഫസ്റ്റത്തെ 1 റെഡ് ആവാം, 4C1 ഇൻറ്റു മറ്റേത് ബ്ലാക്ക് ആവാം, 5C1. അപ്പോൾ രണ്ടും നമ്മൾ 2 ബോൾ എടുക്കുന്നത്, അവിടെയാണ് ഇൻറ്റു ഇടുന്നത്. അവിടെ ആൻഡ് പറയുമ്പോൾ പ്രോബിലിറ്റി ഇൻറ്റു ആവും. സോ 4C1 ഇൻറ്റു 5C1 ടോട്ടൽ 9 ബോൾസ്, 9C2. 2 ബോൾസ് എടുത്തോണ്ട് 9C2. ഓക്കെ, 4C1 4 ഉണ്ട്, 5C1 5. ഇപ്പോൾ 20/36 വരും. 9C2 കാൽക്കുലേറ്ററിൽ നോക്കാം. ദ ബോൾസ് ആർ ഓഫ് സെയിം കളർ. സെയിം കളർ എന്ന് പറയുമ്പോൾ ഒന്നുകിൽ 2 ബോൾസ് ആർ റെഡ്, അല്ലെങ്കിൽ ഓർ 2 ബോൾസ് ആർ ബ്ലാക്ക്. 2 ബോൾസ് ആർ റെഡ് നമ്മൾ ഫസ്റ്റ് കണ്ടുവച്ചു. 2 ബോൾസ് ആർ റെഡ് 6/36. പ്രോബബിലിറ്റിയിൽ ഓർ മീൻസ് പ്ലസ് ആണ് വരിക, ആൻഡ് മീൻസ് ഇൻറ്റു. അതാണ് ഇവിടെ സംഭവിച്ചത്, ആൻഡ് ആയത്. ഇവിടെ സംഭവിച്ചത് ഓറാണ്. പ്ലസ് 2 ബോൾസ് ആർ ബ്ലാക്കിൻ്റെ ആൻസർ ഇതാണ്. ഏതാണ് ബ്ലാക്ക്? 10/36. ഓക്കെ, സോ ആൻസർ ദിസ് വൺ. എ കോയിൻ ഇസ് ടോസ്ഡ് 3 times. ഫൈൻഡ് ദ പ്രോബിലിറ്റി ഓഫ് ദ ഫോളോയിങ് ഇവൻറ്റ്സ്. ഇപ്പോൾ കോയിൻ 3 times ടോസ് ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ കണ്ടു, ഇതാണ് സാമ്പിൾ സ്പേസ്. എക്സാക്ട്ലി 2 times, കൃത്യം 2 times ഇവിടെ ഉണ്ട്, ഇതിലുണ്ട്, ഇതില്ല. അപ്പോൾ 1 2 3 ഇവിടെ മാത്രമേ 2 times, കൃത്യം 2 times ഉണ്ട്. ഓക്കെ, സോ എക്സാക്ട്ലി 2 times മീൻസ് ദിസ് ഈസ് ദ ഇവൻറ്റ്. സോ പ്രോബിലിറ്റി ഓഫ് എ മീൻസ് കൗണ്ട് ചെയ്യുക. 1 2 3 3 ബൈ സാമ്പിൾ സ്പേസിൽ 8. ദെൻ അറ്റ്ലീസ്റ്റ് 2 tails. അറ്റ്ലീസ്റ്റ് 2 മീൻസ് 2ഉം അതിൽ കൂടുതലും ആയ പ്രശ്നമില്ല. ഇവിടെ 2 ഉണ്ട്, ഇവിടെ 2 ഉണ്ട്, 2 ഉണ്ട്. ഇത് വേണ്ട, ഇതിൽ 1 ആണ്, ഇതിൽ 1, ഇത് വേണ്ട, ഇതിൽ 1 ആണ്, ഇത് വേണ്ട. അറ്റ്ലീസ്റ്റ് 2 പറഞ്ഞാൽ ഇത് വേണം. 2 അതിൽ കൂടുതൽ, 2 ഓർ മോർ ദാൻ 2. അപ്പോൾ ഇതെടുക്കാം. HTT THT TT സോറി ഇത് HTT THT TTH TTT. How many numbers? 4/8. That is the answer. At most 2 tails. At most 2 tails means maximum 2 tails. അതിൽ കൂടാൻ പാടില്ല, കുറഞ്ഞാൽ പ്രശ്നമില്ല, കൂടാൻ പാടില്ല. അറ്റ്മോസ്റ്റ് 2 tails മീൻസ് 2 tails വേണം, അതിൽ കുറഞ്ഞാൽ കുഴപ്പമില്ല. അപ്പോൾ ഇതിൽ ടൈലേ ഇല്ല, ഇതെടുക്കാം. HHH അറ്റ്മോസ്റ്റ് 2 tails ഇതെടുക്കാം. അറ്റ്മോസ്റ്റ് 2. ഓക്കെ, അറ്റ്മോസ്റ്റ് 2 tail. ഓക്കെ, അറ്റ്മോസ്റ്റ് അപ്പോൾ 2ൽ കുറവുണ്ട്. ഓക്കെ, ഇതെടുക്കാം. അറ്റ്മോസ്റ്റ് 2 ഇത് വേണ്ട, ബിക്കോസ് ഇത് 3 tails ഉണ്ട്. അറ്റ്മോസ്റ്റ് മീൻസ് മാക്സിമം 2 tails. 3 വേണ്ട. 0 ആയാലും 1 ആയാലും ഓക്കെ, 2 ആയാലും ഓക്കെ, 3 വേണ്ട. സോ 1 2 3 4 5 6 7. 7/8 is the answer. ഓക്കെ, ദെൻ പ്ലേയിങ് കാർഡ്സിൻ്റെ പ്രോബ്ലമാണ്. ഇൻ എ പാക്കറ്റ് ഓഫ് പ്ലേയിങ് കാർഡ്സ് ദർ വിൽ ബി 52 cards. 26 റെഡ് ഉണ്ടാവും, 26 ബ്ലാക്ക് കാർഡ്സ് ഉണ്ടാവും. അങ്ങനെ ടോട്ടൽ 52 കാർഡ്സ് ഉണ്ടാവും. ഡയമണ്ട്, ഹാർട്ട്,
സ്പേഡ്, ക്ലബ്ബ്, അങ്ങനെയാണ് കാർഡിൻ്റെ ഡയഗ്രാം സിംബൽസ്. ഡയമണ്ട് കാർഡ്, ഡയമണ്ട് മീൻസ് റോംബസിന് സിമ്പൽ ഉണ്ടാവും. ഹാർട്ട് മീൻസ് ആ ലവ് ചിഹ്നം, ആ ലവ് സിമ്പൽ ഉണ്ടാവും. പിന്നെ സ്പേഡ് കാർഡ് ഒരു ലീഫിൻ്റെ ഷേപ്പിൽ കാണാം. ക്ലബ്ബ് വേറെ ഇതുപോലെ ഉണ്ടാവും, ആ ലവ് സിമ്പലിൻ്റെ വേറെ ഷേപ്പിലുണ്ടാവും. അപ്പോൾ അങ്ങനെ ഡിഫറെൻറ്റ് ഫിഗേഴ്സിലുള്ള കാർഡ്സ് ആ പാക്കറ്റിലുണ്ടാവും. ഓക്കെ, ദെൻ വിച്ച് ആർ ദ 2 types of colors, red and black. നമ്പർ ഓഫ് ഫേസ് കാർഡ്സ്, കിങ്, ക്യൂൻ, പിന്നെ കിങ്, ക്യൂൻ, ആസ്, ജാക്ക്, ഇതാണ് ഫേസ് കാർഡ്സ്. KQAS ആൻഡ് ജാക്ക്, JACK. ഇതിലാണ് ആൾക്കാരുടെ ഫേസ് ഉണ്ടാവുക. അതുകൊണ്ട് നമ്മളതിനെ ഫേസ് കാർഡ്സ് എന്ന് പറയും. അങ്ങനത്തെ 12 കാർഡ്സ് ഉണ്ടാവും. അപ്പോൾ ആ ഒരു പ്ലേയിങ് കാർഡ് പാക്കറ്റ് നമ്മൾ മുമ്പ് വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഒന്നുകൂടെ നോക്കുക. അതല്ലെങ്കിൽ പ്ലേയിങ് കാർഡ്സ് വാങ്ങിയിട്ട് ചെക്ക് ചെയ്താലും മതി. അതിന് 12 ഫേസ് കാർഡ്സ് ഉണ്ടാവും. അപ്പോൾ അതിനെപ്പറ്റി ഒരു അവയർനെസ് ഉണ്ടാകുമ്പോഴാണ് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. ഈ പ്രോബ്ലം നോക്കാം. 2 cards are drawn from a pack of 52 cards. 2 cards എടുക്കുന്നുണ്ട്. ഫൈൻഡ് ദ പ്രോബിലിറ്റി ദാറ്റ് ദ കാർഡ്സ് ആർ റെഡ്. അപ്പോൾ നമ്മൾ നോക്കേണ്ടത് പ്രോബിലിറ്റി കാണുമ്പോൾ ഇവൻറ്റിൽ എത്രയുണ്ട്. ഹൗ മെനി റെഡ് കാർഡ്സ്? 26 റെഡ് കാർഡ്സ്. അതിനകത്ത് 2 cards എടുക്കുമ്പോൾ 26C2 ഡിവൈഡ് ബൈ ഹൗ മെനി ടോട്ടൽ കാർഡ്സ്? 52 എന്നാണ് ഈ 2 വരേണ്ടത്. 52C2, ദാറ്റ് ഇസ് ആൻസർ. ഇത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കി കിട്ടുന്ന ആൻസർ എപ്പോഴും 1ൽ കുറവാണ്. മാക്സിമം 1, അതിൽ കുറവാണ്. നെഗറ്റീവ്സ് ഒന്നും വരാൻ പാടില്ല. ഓക്കെ, അങ്ങനെ നെഗറ്റീവ്സ് വന്നാൽ ചെക്ക് ചെയ്യാൻ വേണം. ദ കാർഡ്സ് ആർ ഓഫ് ഡിഫറെൻറ്റ് കളേഴ്സ്. 2 cards എടുക്കുന്നത്. ഡിഫറെൻറ്റ് കളർ മീൻസ് റെഡ് ബ്ലാക്ക് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ റെഡ് മീൻസ് 26 റെഡ് ഉണ്ട്, 26C1 അതിൽ കാർഡ്. പിന്നെ ബ്ലാക്ക് ഉണ്ട് 26C1, അത് ബ്ലാക്ക്. അപ്പോൾ റെഡ് 1, ബ്ലാക്ക് 1, 26 റെഡ്, 26 ബ്ലാക്ക്. ഹോൾ ഡിവൈഡ് ബൈ 52C2. ടോട്ടൽ കാർഡ് 52 ആണ്. അതിനകത്ത് വി ആർ സെലക്ടിങ് 2 cards അറ്റ് എ ടൈം. അപ്പോൾ ഇത് ചെയ്താൽ കിട്ടുന്ന ആൻസർ. ദ കാർഡ്സ് ആർ ഓഫ് സെയിം കളർ. സെയിം കളർ മീൻസ് എടുത്ത് 2 കാർഡ് റെഡാണ്. 2 cards ആർ റെഡ് ഓർ 2 cards ആർ ബ്ലാക്ക്. അപ്പോൾ ഓർ മീൻസ് പ്ലസ് ആണ്. 2 cards ആർ റെഡ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു. 26C2 ഡിവൈഡ് ബൈ 52C2 പ്ലസ് 2 cards ആർ ബ്ലാക്ക് എന്ന് പറയുമ്പോൾ ബ്ലാക്കും അത്ര തന്നെ ഉണ്ടാവും. 26C2 ഡിവൈഡ് ബൈ 52C2. അത് ചെയ്താൽ കിട്ടുന്ന ആൻസർ. ദ കാർഡ്സ് ആർ ഓഫ് സെയിം സ്യൂട്ട്. ഒരേപോലത്തെ കാർഡ് തന്നെ വേണം. അപ്പോൾ സെയിം സ്യൂട്ട് എന്ന് പറഞ്ഞാൽ 2 ഡയമണ്ട് ആവണം. അതല്ലെങ്കിൽ 2 ഹാർട്ട് ആവാം, 2 സ്പേഡ് ആവാം, 2 ക്ലബ് ആവാം. ഇങ്ങനെ ഈ ചോയ്സിൽ വരുന്നതാണ് സെയിം സ്യൂട്ട് എന്ന് പറഞ്ഞത്. അപ്പോൾ 2 ഡയമണ്ട് ആവുക മീൻസ് ഹൗ മെനി ഡയമണ്ട്സ് ആർ ദർ ഇൻ എ പാക്കറ്റ് ഓഫ് പ്ലേയിങ് കാർഡ്സ്? ഹൗ മെനി ഡയമണ്ട്സ് ആർ ദർ? 13 ഡയമണ്ട്സ് ഉണ്ടാവും. അപ്പോൾ 30 അതിനകത്ത് 2 cards 13C2 ഡിവൈഡ് ബൈ 52C2. P of cards, probability of cards are heart. How many heart cards are there? അതും 13 തന്നെ ആയിരിക്കും. സംശയമുള്ള കാർഡ് പാക്കറ്റ് വാങ്ങി എണ്ണി നോക്കിയാൽ മതി. 13C2 ഡിവൈഡ് ബൈ 52C2. ഹൗ മെനി സ്പേഴ്സ് കാർഡ്സ് ആർ ദർ? അതും 13 തന്നെ ആയിരിക്കും. 13C2 ഡിവൈഡ് ബൈ 52C2. ഹൗ മെനി ക്ലബ് കാർഡ്സ് ആർ ദർ? അതും അത്ര തന്നെ ആയിരിക്കും. സോ ഇതെല്ലാം ചെയ്താൽ കിട്ടുന്ന ആൻസർ 1, 2, 3, 4 ടൈംസ് ആക്കിയാൽ മതി. 4 കൊണ്ട് 1 ചെയ്തിട്ട് 4 കൊണ്ട് മൾട്ടിപ്പിൾ ആക്കിയാൽ ദാറ്റ് വിൽ ബി ദ ആൻസർ. ഓക്കെ, നമ്മൾ സെറ്റ് തിയറി ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ച പോലത്തെ ഒരു ഫോമിലാണ്. പ്രോബിലിറ്റി ഓഫ് എ യൂണിയൻ ബി ഈക്വൽ ടു P of A പ്ലസ് P of B മൈനസ് P of A ഇൻ്റർസെക്ഷൻ ബി. ഇൻ്റർസെക്ഷൻ ഇല്ലെങ്കിൽ നമ്മളതിനെ മ്യൂച്വലി എക്സ്ക്ലൂസീവ് എന്ന് പറയും. അപ്പോൾ ഇത് 0 ആയിപ്പോൾ അതാണിത്. P of A യൂണിയൻ ബി ഈക്വൽ ടു P of A പ്ലസ് P of B. ഇനി P of A പ്രോബിലിറ്റി ഓഫ് എയുടെ പ്രോബിലിറ്റി. ഇനി P of A കോംപ്ലിമെൻറ്റ് നോട്ട് എ അല്ലാത്തതിൻ്റെ പ്രോബിലിറ്റി. അപ്പോൾ ജയിക്കാനുള്ള പ്രോബിലിറ്റിയും തോക്കാനുള്ള പ്രോബിലിറ്റിയും ആഡ് ചെയ്താൽ കിട്ടും ഫുൾ പ്രോബിലിറ്റി കിട്ടും 1. അപ്പോൾ P of A പ്ലസ് P of A കോംപ്ലിമെൻറ്റ് ഈസ് ഈക്വൽ ടു 1 ഓർ P of A ഈസ് ഈക്വൽ ടു 1 ഇതിപ്പുറം കൊണ്ടുപോയാൽ മതി മൈനസ് P of A കോംപ്ലിമെൻറ്റ്. അതുപോലെ P of A കോംപ്ലിമെൻറ്റ് ഈസ് ഈക്വൽ ടു 1 മൈനസ് P of A. ഓക്കെ, പ്രോബ്ലം നോക്കാം. P of A ഈസ് ഈക്വൽ ടു 4/9. ഫൈൻഡ് P of A കോംപ്ലിമെൻറ്റ് ഓർ നോട്ട് എ. ഇങ്ങനെ പറയാം. P of not A means what? 1 minus P of A. 1 minus P of A 4/9 cross multiply the answer. Next question, P of A is equal to 0.54, P of B is equal to 0.69 and P of A intersection B is equal to 0.35. Find P of A or B. A or B means A union B. Okay, P of A plus P of B minus P of A intersection B. I can say that get the answer. Okay. P of A dash intersection B. P of A complement intersection B.
അപ്പോൾ ഇത് ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ച പോലെ വെൻ ഡയഗ്രാം വരച്ച് നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ എ, ദെൻ ഓവർലാപ്പ് ചെയ്യുന്ന പോലെ പി. ഇനി ഇവിടെ എ ഇൻ്റർസെക്ഷൻ എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി. എ കോംപ്ലിമെൻറ്റ് മീൻസ് എ ഷെയ്ഡ് ചെയ്യാൻ പാടില്ല, ബാക്കി ചെയ്യണം. അതാണ് എ കോംപ്ലിമെൻറ്റ്. എ കോംപ്ലിമെൻറ്റ് മീൻസ് എ ചെയ്യരുത്, ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ ഷെയ്ഡ് ചെയ്യാം. ഓക്കെ. ഇനി ബി ഇൻ്റർസെക്ഷൻ ബി. ഇനി ബി ഫുൾ ഷെയ്ഡ് ചെയ്യാം. ബി ഫുൾ ഷെയ്ഡ് ചെയ്യാം. 2 ഷെയ്ഡും കൂടെ വന്ന് സാധനം ചെക്ക് ചെയ്യാം. അത് ഇതായിരിക്കും പി ഓഫ് ബി ഡിഫറൻസ് അല്ല പി ഓഫ് ബി മൈനസ് ഓർ ബി ഡിഫറൻസ് എ ഇൻ്റർസെക്ഷൻ സി. അപ്പോൾ അങ്ങനെ വെൻ ഡയഗ്രാം നോക്കിയാൽ ഇത് മനസ്സിലാവും. അത് അല്ലെങ്കിൽ ഇത് പഠിച്ചു നോക്കണം, ഇത്രയും പഠിച്ചു നോക്കണം. സോ പി ഓഫ് എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി ഈസ് ഈക്വൽ ടു പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. പി ഓഫ് ബി ഇവിടെ കൊടുത്തിട്ടുണ്ട്, മൈനസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ ദിസ് ഈസ് ദ ആൻസർ. അതുപോലെ ഈ കാര്യം പഠിച്ചു നോക്കും. അതിലേക്ക് വെൻ ഡയഗ്രാം വരെ ചെക്ക് ചെയ്ത് നോക്കാം, ഫസ്റ്റ് ചാപ്റ്ററിൽ പറഞ്ഞതുപോലെ. സോ ദിസ് ഈസ് ദ ആൻസർ. ദെൻ ദിസ് ക്വസ്റ്റൻ പി ഓഫ് നൈദർ എ നോർ ബി. നൈദർ എ മീൻസ് എയും ഇല്ല ബിയും ഇല്ല അല്ലേ. എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ്. നമ്മൾ ഡി മോർഗൻസ് തിയറമാണ് എ യൂണിറ്റ് ബി ഹോൾ കോംപ്ലിമെൻറ്റ്. ഫസ്റ്റ് ചാപ്റ്റർ കവർ ചെയ്താൽ മതി. എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ് മീൻസ് വാട്ട് എ യൂണിറ്റ് ബി ഹോൾ കോംപ്ലിമെൻറ്റ്. അപ്പം നമുക്കറിയാം എ കോംപ്ലിമെൻറ്റ് പി ഓഫ് എ കോംപ്ലിമെൻറ്റ് ഓർ പി ഓഫ് എക്സ് കോംപ്ലിമെൻറ്റ് ഈസ് ഈക്വൽ ടു വാട്ട് 1 മൈനസ് പി ഓഫ് എക്സ്. അപ്പോൾ പി ഓഫ് എ യൂണിറ്റ് ബി ഹോൾ കോംപ്ലിമെൻറ്റ് എന്താ 1 മൈനസ് പി ഓഫ് എ യൂണിറ്റ് ബി. സോ 1 മൈനസ് പി ഓഫ് എ യൂണിറ്റ് ബി ഇവിടെ ഉണ്ട്. സോ ദാറ്റ് ഇസ് ദ ആൻസർ 0.12. So that is all about this chapter. Okay, thank you.